ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ട്രെൻഡ് ഇലക്ട്രോണിക്സ്. നമ്മളിന്ന് റിവ്യൂവിന് എടുത്തിരിക്കുന്നത് ഒരു സ്റ്റീരിയോ ആംപ്ലിഫയർ ആയിരുന്നു. ഈ ഒരു ആംപ്ലിഫയറിൽ 200+200 RMS കിട്ടത്തക്ക രീതിയാണ് നമ്മൾ ഇതിൻ്റെ ചാനലുകൾ നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് ട്രിവാൻഡ്രത്ത് നിന്നുള്ളൊരു ചേട്ടന് വേണ്ടിയായിരുന്നു നമ്മൾ ഈ ഒരു ആംപ്ലിഫയർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ട് ഡിസൈനും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ തന്നെ നമ്മളെടുത്ത് സജഷൻ ചെയ്യുന്നതാണ്. നമ്മൾ ഈ ഒരു ആംപ്ലിഫയറിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞ് നമ്മൾ വീഡിയോയുടെ ലെങ്ത് കൂട്ടുന്നില്ല. നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ട് അത് മാത്രം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നേരെ ഫ്രണ്ട് പാനലിലോട്ട് നമുക്ക് കിടക്കാം. ഫ്രണ്ട് പാനൽ നമ്മൾ സ്ഥിരം ചെയ്യുന്നത് തന്നെ ഗ്ലോസിയുടെ മാറ്റിൻ്റെയും കോമ്പിനേഷൻ തന്നെയാണ് ഇതിനകത്ത് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നീട് കൺട്രോളിംഗ് പോയിൻ്റ് എന്ന് വെച്ചാൽ വോളിയം നമ്മൾ വലിയൊരു കൺട്രോളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്, വോളിയം കൂട്ടുന്നതിന് കുറയ്ക്കുന്നതിന് വേണ്ടി. പിന്നീട് വരുന്നത് ബാസിൻ്റെ, അത് നമ്മൾ ലോ എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്, അതും കസ്റ്റമറിൻ്റെ സജഷനാണ്. പിന്നീട് മിഡ്, ഹൈ എന്ന് വെച്ചാൽ ട്രിപ്പിൾ, ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കേസായിരിക്കുമല്ലോ. പിന്നീട് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന പകാരിയുടെ ബ്ലൂടൂത്ത് പാനൽ, പിന്നെ 2 വ്യൂ മീറ്ററുകൾ നമ്മൾ ലെഫ്റ്റിലും റൈറ്റിലുമായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് തന്നെ ഒരു നല്ലൊരു ഭംഗിയുണ്ട്. പവറിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് നോർമലി ഉപയോഗിക്കുന്ന രീതിയിലുള്ള അല്ലായിരുന്നു, ഒരു പുഷ് ബട്ടൺ ആയിരുന്നു നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ആംപ്ലിഫയറിന് ഫ്രണ്ട് പാനലിൽ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കൂടുതലായിട്ടുള്ള എൻഗ്രേവിങ് കാര്യങ്ങളൊന്നും ചെയ്യാതെ നമ്മൾ ആവശ്യമുള്ള എൻഗ്രേവിങ്ങൾ മാത്രം ഇട്ടിട്ട് ഓവറായിട്ടുള്ള എഴുത്തും കാര്യങ്ങളൊന്നുമില്ല, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു ആംപ്ലിഫയർ ചെയ്തെടുത്തിരിക്കുന്നത്. ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ഇൻസൈഡിൽ നമ്മൾ എന്തൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് വെച്ചാൽ ദാണ്ട് ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇതിനകത്തെല്ലാം കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. സ്ഥിരം യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോമർ അല്ല നമ്മളിതിൽ ഇപ്രാവശ്യം യൂസ് ചെയ്തിരിക്കുന്നത്, ടൊറോയിഡ് ട്രാൻസ്ഫോമറാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ടൊറോയിഡ് ട്രാൻസ്ഫോമർ 32/0 ആംപിയറിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ 12/0 ഒരു 3 ടാപ്പിങ്ങുകൾ കൂടെ നമ്മൾ ഇതിനകത്ത് വൈൻഡ് ചെയ്തെടുത്തു. ഇതിൽ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന ഡയോഡ് തന്നെയാണ് ബ്രിഡ്ജ് റെക്ടിഫയർ ആയിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നീട് ഒരു വേരിയേഷൻ എന്ന് വെച്ചാൽ കപ്പാസിറ്റർ നമ്മൾ കെൽട്രോണിൻ്റെത് പുള്ളിക്കാരൻ തന്നെ നമുക്ക് വാങ്ങിച്ചോണ്ട് വന്നതായിരുന്നു, ട്രിവാൻഡ്രത്ത് നിന്ന് അറേഞ്ച് ചെയ്തുകൊണ്ട് വന്നതായിരുന്നു. 63 വോൾട്ട് 10,000 കപ്പാസിറ്ററാണ് വാങ്ങിച്ചത്. നല്ല സൈസ് ഉണ്ട്, നല്ലൊരു കപ്പാസിറ്റർ ഉണ്ട്, നല്ല അടിപൊളി പെർഫോമൻസ് കിട്ടുന്ന ഒരു കപ്പാസിറ്ററാണ്. കെൽട്രോണിൽ നിന്ന് ഡയറക്റ്റാണ് പുള്ളിക്കാരൻ വാങ്ങിച്ചത്. പിന്നീട് പറയാനാണെങ്കിൽ മെഗാടെക്കിൻ്റെ സ്പീക്കർ പ്രൊട്ടക്ഷനാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ നമ്മൾ ചെറിയ റിലേ ഒഴിവാക്കിയിട്ട് നമ്മൾ വലിയ 2 റിലേ അഡീഷണൽ നമ്മൾ മേടിച്ച് വെച്ചിരിക്കുകയായിരുന്നു. ഇതാണ് നമ്മളെ ചാനൽ ബോർഡ്, മെയിൻ ബോർഡ്. ഇത് ഡിടെക് ഓഡിയോസിൻ്റെ 4 ട്രാൻസ്ഫർ വരുന്ന സ്റ്റീരിയോ ബോർഡുകളാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് സബ് വൂഫറിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. അത്യാവശ്യം നല്ല പവറും പെർഫോമൻസും കാര്യങ്ങളെല്ലാം കിട്ടുന്നൊരു ബോർഡാണ്, അധികം ഹീറ്റും ആവുന്നില്ല. പിന്നീട് നമ്മൾ 2 കൂളിംഗ് ഫാനുകളാണ് കൊടുത്തിരിക്കുന്നത്. 2ൻ്റെ എയർ വെളിയിലോട്ട് പോകത്തക്ക രീതിയിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ കോമൺ ബിസിബിൾ നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് വ്യൂ മീറ്ററിന് വേണ്ടിയുള്ള റെഗുലേറ്റർ സപ്ലൈ, ഫാന് വേണ്ടിയുള്ള റെഗുലേറ്റർ സപ്ലൈ, പിന്നെ ബ്ലൂടൂത്ത് പാനൽ വർക്ക് ചെയ്യാനുള്ള ഒരു 5 വോൾട്ട് സപ്ലൈ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കോമൺ ബിസിബിൾ ചെയ്തത്. പിന്നെ നമ്മൾ ടോൺ കൺട്രോളായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഡിടെക് ഓഡിയോസിൻ്റെ തന്നെ 3-way ടോൺ കൺട്രോളാണ്. ചെറിയ രീതിയിലുള്ളൊരു അൾട്രേഷൻ വരുത്തിയിട്ടുണ്ട്, ആ അൾട്രേഷനൊന്നും ഞാൻ വീഡിയോയിൽ പറയുന്നില്ല. പിന്നീട് നമ്മൾ കമ്പ്യൂട്ടർ കോഡാണ് നമ്മൾ ഇതിനകത്ത് പവർ സപ്ലൈ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നീട് ഇതിനകത്ത് മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഫ്രണ്ട് പാനൽ കണ്ട് കാണാം, ഇതിനകത്ത് USB കണക്ഷൻ ഫ്രണ്ട് പോർഷനിൽ വരുന്നില്ല, അത് നമ്മൾ ബാക്ക് സൈഡിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതും നമ്മുടെ ഈ ഒരു ചേട്ടൻ സജഷൻ പ്രകാരമാണ് നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആംപ്ലിഫയറിന് നല്ല ഒരു ലുക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല, എനിക്ക് തോന്നിയിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ആംപ്ലിഫയറിനകത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നീട് ബാക്ക് സൈഡിൽ നമ്മൾ ബനാന സോക്കറ്റുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ബാക്ക് സൈഡ് കാണിക്കാൻ വിട്ടുപോയി. അതുപോലെ തന്നെ നമ്മളൊരു ഓഡിയോ ടെസ്റ്റ് അടിക്കാൻ വേണ്ടിയുള്ളൊരു ടെസ്റ്റിംഗ് വീഡിയോ കൂടെ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുന്നില്ല, അതൊക്കെ മിസ്സിംഗ് ആയി പോയായിരുന്നു, കുറച്ച് നാൾക്ക് മുന്നേ എടുത്ത വീഡിയോ ആയതുകൊണ്ട് തന്നെ. ഈ ഒരു ആംപ്ലിഫയറിൽ കണക്ട് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന സ്പീക്കേഴ്സ് എല്ലാം നമ്മൾ കൊല്ലം കമാൽ ബായിയെ കൊണ്ടാണ് നമ്മൾ വൈൻഡ് ചെയ്തിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ പറയുന്ന അതേ സ്പെക്കിലാണ് പുള്ളിക്കാരൻ വൈൻഡ് ചെയ്തിരിക്കുന്നത്. 10 ഇഞ്ച് സൈസിലാണ് നമ്മൾ വൈൻഡ് ചെയ്തെടുത്തിരിക്കുന്നത്. 10 ഇഞ്ച് സൈസിൽ തന്നെ 8 ohms ഇട്ടാണ് നമ്മൾ ഇതിനകത്ത് ലോഡ് ചെയ്യുന്നത്. നല്ല അടിപൊളി ക്വാളിറ്റിയിൽ നല്ല പെർഫോമൻസ് ഇട്ടാണ് പുള്ളിക്കാരൻ ചെയ്തു തന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും വൈൻഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ കമാൽ ബായി എടുത്ത് സ്പെക്ക് അടക്കം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ നല്ല നീറ്റായിട്ട് ചെയ്തു തരും. അതുകൂടെ മെൻഷൻ ചെയ്യുക, കാരണം വെച്ചാൽ ഇതിൻ്റെ അത്രത്തോളം പെർഫോമൻസ് ഈ ഒരു സ്പീക്കേഴ്സിൽ നിന്ന് നമുക്ക് കിട്ടിയായിരുന്നു. ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വരുന്നത്. അപ്പം ഇനി നമ്മൾ കൂടുതലായിട്ട് വൈകുന്നില്ല, വീഡിയോയുടെ ലെങ്ത് കൂട്ടുന്നില്ല, നമ്മൾ പഴയതുപോലെ വീഡിയോസൊക്കെ കണ്ടിന്യൂസ് ഇട്ട് തുടങ്ങുന്നതായിരിക്കും. പിന്നീട് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.